മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല രൂപത മുൻ അധ്യക്ഷൻ ഗീവർഗീസ് മാർ തിമോത്തിയോസിന് വികാരനിർഭരമായ അന്ത്യാഞ്ജലി. തിരുവല്ല സെന്റ് ജോൺസ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നടന്ന കബറടക്ക ശുശ്രൂഷകൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിജോ സേവ്യർ തിരുവല്ലയിൽ നിന്നും ചേരുന്നു. ജോർജി, മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കാത്തോലിക്ക ബാവയാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപ്പൊലിത്തൻ കത്തീഡ്രലിലായിരുന്നു കബറടക്കം. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി, ലത്തീൻ സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസിയപ്പാക്യം എന്നിവരും ശുശ്രൂഷകളിൽ പങ്കെടുത്തിരുന്നു. സഭയിലെ മറ്റ് മെത്രാപ്പൊലിത്തമാരും വൈദികരും സഹകാർമ്മികരായി എത്തിയിരുന്നു. നൂറുകണക്കിന് വിശ്വാസികളാണ് ശ്രേഷ്ഠപിതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയത്. 7 പതിറ്റാണ്ട് നീണ്ട അജപാലന സേവനവും 30 വർഷം പിന്നിട്ട ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷയും സാമൂഹ്യ നന്മയ്ക്കായി വഴിതിരിച്ചുവിട്ട ജീവിതശ്രേഷ്ഠതയുമാണ് മാർ തിമോത്തിയോസിന്റെ ജീവിതം വേറിട്ടതാക്കുന്നത്. 7 പതിറ്റാണ്ട് നീണ്ട അജപാലന സേവനവും 30 വർഷം പിന്നിട്ട ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷയും സാമൂഹിക നന്മയ്ക്കായി വഴിതിരിച്ചുവിട്ട ഇടയശ്രേഷ്ഠനായിരുന്നു ഗീവർഗീസ് മാർ തിമോത്തിയോസ്. കൃതജ്ഞതാപൂർണമായ ഹൃദയത്തോടെയാണ് വിശ്വാസ സമൂഹം ഈ വലിയ ആചാര്യന് വിടചൊല്ലിയത്. ഗീവർഗീസ് മാർ തിമോത്തിയോസിന്റെ വിയോഗം ഗുരുശ്രേഷ്ഠനെയാണ് നഷ്ടമാക്കിയിരിക്കുന്നതെന്ന് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ അനുസ്മരിച്ചു. ഈ വത്സല പിതാവ് തിരുവല്ല അതിരൂപതയ്ക്കും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കും തിരുവല്ല ദേശത്തിനും നൽകിയിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഈ നഗരത്തിലെ അനേക ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് പാവപ്പെട്ട മനുഷ്യരുടെ സമുദ്ധാരണത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷകൾക്ക് തിമോത്തിയോസ് പിതാവ് നേതൃത്വം നൽകിയിട്ടുണ്ട്. സഭയുടെ ശുശ്രൂഷകളെ, സഭയുടെ ആവശ്യങ്ങളെ കരുതലോടുകൂടി, പാവപ്പെട്ട ആളുകളുടെ ആവശ്യങ്ങളെ കരുണയോടുകൂടി പിതാവ് സൂക്ഷിച്ചിരുന്നു. ക്രിസ്തു പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ ശ്രേഷ്ഠാചാര്യൻ, ശ്രേഷ്ഠനായ പടയാളി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എപ്പോഴും ലക്ഷ്യബോധം ഉള്ളതാക്കി. ലളിത ജീവിതത്തിൻ്റെ ശക്തി അദ്ദേഹത്തെ എപ്പോഴും മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്ന മുഖ്യമായ ഊർജമാണ്. സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും അദ്ദേഹം കാരുണ്യത്തിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമായിരുന്നു അദ്ദേഹം പ്രദർശിപ്പിച്ചത്. തിരുവല്ല അതിരൂപതയുടെ വിവിധ പള്ളികളിൽ വികാരിയായിരുന്ന ഗീവർഗീസ് മാർ തിമോത്തിയോസ് 1987 രൂപത അഡ്മിനിസ്ട്രേറ്ററും 1988 ഓഗസ്റ്റ് 8 തിരുവല്ല രൂപതാധിപനുമായി. പുഷ്പഗിരി ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തിയതിൽ മാർ തിമോത്തിയോസ് വലിയ പങ്ക് വഹിച്ചു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഒട്ടേറെ വൃദ്ധസദനങ്ങളും ആതുരാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കാൻ മുൻകൈയെടുത്തു. 2003 75-ാം വയസ്സിൽ സ്ഥാനമൊഴിഞ്ഞ ശേഷം സഭൈക്യ പ്രസ്ഥാനങ്ങൾക്കും സാമൂഹ്യ സംഘടനകൾക്കും വേണ്ടി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.